welcome back to the another video of One Chunk. ഓക്കെ, നമ്മൾ വൺ ചങ്കിൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇന്നാണ് നമ്മൾ വൺ ചങ്കിൽ ഡ്രാഗനെ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യും. അങ്ങനെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇടാൻ ചോദിച്ചു. പിന്നെ നമ്മളൊരു പുതിയ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രൂടെക്സിൻ്റെ കൂടെയാണ് ആ സർവൈവൽ സീരീസ് കളിക്കുന്നത്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഈ ഒരു എൻഡർ ഡ്രാഗനെ കൊല്ലാനുള്ള ദിവസം. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് ലൈറ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒട്ടും സമയം കളയാനില്ല. വേഗം തന്നെ പോയി എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്ക് നടത്താം. നമ്മളെല്ലാ ചെസ്റ്റിലുള്ള എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പോൾ എടുക്കേണ്ട എല്ലാ സാധനവും ഞാനൊരു ചെസ്റ്റിലാക്കിയതാ ഈ തായൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ചെസ്റ്റിൽ നമുക്ക് വേണ്ട നല്ല സാധനമുണ്ട്. പക്ഷെ ഒരു സാധനം മാത്രം എന്നോട് എടുക്കാൻ മറന്നുപോയി. നമുക്ക് ഒരൊറ്റൊരു എൻഡർപോൾ വേണം. അതുണ്ടെങ്കിലേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ കുറച്ച് ബ്ലോക്സും നമുക്ക് ആവശ്യമുണ്ട്. ബ്ലോക്സ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഈ ഒരു എൻഡിലോട്ട് പോയി അവിടെ ബ്രിഡ്ജ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാക്കിയോണ്ട് നമുക്ക് ഇനി അത്ര വലിയ പണിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് താഴെ പോയിട്ട് കുറച്ച് ബ്ലോക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, അവിടെ ഗോൾഡൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയും കൂടി ഒരു ബ്ലോക്കൊക്കെ ഓക്കെ ഗോൾഡിങ് എടുക്കാം. ചെഞ്ചാട് നമ്മളടുത്ത് എൻഡർപോളും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവനെയും കൂടി കൊന്നിട്ട് നമുക്ക് മതി. പിന്നെ നമ്മൾ അതിനുശേഷം കുറച്ച് റെക്കോർഡ് ഓഫാക്കിയ ഓഫ് ക്യാമറയിൽ നമ്മൾ കുറച്ചും കൂടി കൊബിൾ സ്റ്റോണും കൂടി ഒന്ന് കളക്ട് ചെയ്തായിരുന്നു. അതും ഇപ്പോൾ നമ്മളെടുത്തുണ്ട്. അവനവിടെ പോയി മതി, അവനെ വിട്ടേക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകേണ്ട സമയമായി. നമുക്ക് ഈ കൊബിൾ സ്റ്റോൺ 25 മതി. ബാക്കി ഇവിടെ നിന്നോട്ടെ. നമുക്കിനി എന്തായാലും ചാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ചാവുമ്പോൾ നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് ചാവണ്ടല്ലോ. നമ്മളെല്ലാ സാധനം കൊണ്ട് ചാവുന്നതിനെക്കാട്ടും നല്ലത് നമ്മളിതാ ഈ ഒരു ഡയമണ്ട് പിക്കാസും ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഡയമണ്ട് സോഡ് ഇവിടെ വെച്ച് സ്റ്റോൺ സോഡ് ഫസ്റ്റ് നമുക്ക് സ്റ്റോൺ സോഡ് എടുക്കാം. നമ്മുടെ അടുത്ത് ഷീൽഡും ഇല്ല. ഒരു ഷീൽഡും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എൻഡർമാൻ്റെ അടിയും കൊണ്ട് ചാവേണ്ടി വരും. പിന്നെ ഇത്രയും എൻഡർപോൾ വേണ്ട, 3 മതി. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഒരു ലൈക്ക് എല്ലാവരും അടിക്കാം. നമ്മളെ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ് നമ്മളടുത്ത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എത്തിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. എൻഡർമാനെ ഞാൻ നോക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അവിടെ എന്തോ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. എൻഡർമാനെ നോക്കിയാൽ എനിക്ക് പണി കിട്ടും. എൻഡർമാനെ നോക്കാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻഡർ ഡ്രാഗൻ അവിടെ നിന്ന് തന്നെ പറന്ന് കളിക്കുന്നുണ്ട്. അവൻ പോയവിടെ നമുക്ക് മുകളിലെ പില്ലറിലോട്ടേക്ക് ഈ ഒരു എൻഡർപോൾ ഇട്ട് അവിടെ ബ്ലോക്ക് വെച്ച് ക്ലച്ചും ചെയ്യണം. അതിന് ശേഷം നമുക്ക് മുകളിലോട്ട് കുറച്ച് ബ്ലോക്കും കൂടി വെച്ച് പോയി വേണം ആ ഒരു എൻഡ് ക്രിസ്റ്റൽ പൊട്ടിക്കാൻ വേണ്ടി. ഇവനോടൊന്ന് പോകുന്നത് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും. അതാ അവൻ ആ മാജിക് ഇട്ടാണ് ഇവിടെ. അവനപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് എൻഡർപോളിട്ട് നല്ല ഡാമേജ് ഇട്ട് കേസ്. എന്നാലും സാരില്ല, നമ്മൾ തിരുള്ള ബ്ലോക്ക് വെച്ച് നമുക്ക് മുകളിലോട്ട് പില്ലർ ചെയ്ത് പോവാം. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അത് പൊട്ടിച്ചപ്പോൾ ഞാൻ ചത്തു. 2000 years later. ഒന്നും കൂടി നമ്മളവിടെ പോയി എൻ്റെ ആർമർ കിട്ടിയാൽ എനിക്ക് കുറച്ചും കൂടി കൊള്ളാമായിരിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് നേരെ ഒരു എൻഡർപോൾ അങ്ങോട്ട് ഇവിടെ വീണ്ടും എത്തി. ആ തടിയൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ കയറിപ്പോയി എൻ്റെ തലക്ക് നോക്കി വടി വെക്കാം. അപ്പോൾ അവൻ്റെ ഹെൽത്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റും എനിക്ക് കിട്ടി. അവനത് അതിലോട്ട് പറഞ്ഞു. എൻഡർമാൻ എൻ്റെ കണ്ണിൽ തന്നെ നോക്കുന്നു. ഇവനെ ഇപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഓരോ എൻഡർമാൻ എൻ്റെ കണ്ണിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അയ്യോ, ഞാൻ ചത്തു. നമുക്ക് ഇനിയൊരു ഡയമണ്ട് സോഡ് എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വേഗം കയറി അങ്ങ് പോവാം. ഓക്കെ, ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് എൻഡർ ഡ്രാഗൺ വന്ന് കുറച്ച്
പിന്നെ അയ്യോ എൻഡർമാനെയും കൂടി എന്നോട് അടിച്ചു പോയി. അതിപ്പോൾ എന്നെ കൊല്ലും. എൻഡർമാനെ അറിയാണ്ട് അടിച്ചു പോയി. അവിടെ എടുക്കും, ഇനിയും പോവും. ഓക്കെ, നമ്മൾ സോഡ് ഏകദേശം തീർന്ന്. ഇനി ആ ഡയമണ്ട് പിക്കാസ് വെച്ച് ഞാൻ കൊല്ലണ്ട ഇവിടെ ചാടി. ഓക്കെ, നമുക്ക് എന്തായാലും ആ 25 കോബിൾ സ്റ്റോൺ ഉണ്ടാവും കൂടി എടുത്തിട്ട് വരാം. 3ാമത്തെ സമയമാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷമായി കാണും. ഇതുവരെ ഞാനൊരു സർവൈവൽ സീരീസ് തുടങ്ങി എൻഡർ ഡ്രാഗനെ കൊന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് കൊല്ലാൻ പൂതിയായിട്ടാണ് ഞാനൊരു സർവൈവൽ സീരീസ് ബ്രൂട്ടക്സിൻ്റെ കൂടെ തുടങ്ങിയത്. അതാണ് നമ്മളെ ഗോള്. ഇനി അവന് കുറച്ചേരം അവിടുന്ന് പോട്ടെ, എന്നിട്ട് മാത്രം. എൻഡർമാന് വീണ്ടും എൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ഞാനത് നോക്കൂല. നേരെ കയറി ചെന്നോട്ടാൽ എൻഡർമാനെ എന്നോട് അടിച്ചു പോയി. എവിടെ എൻഡർമാൻ? ഭാഗ്യം, അവനൊന്നും ചെയ്യുന്നില്ല. അവൻ്റെ ഡയമണ്ട് കുറച്ചേ കഴിച്ചുള്ള നമുക്ക് ഇതേ അടിക്കാം. ആ മാജിക് അവനവിടെ വിട്ടിട്ടുണ്ടാവും. നമുക്ക് അതാ വീണ്ടും പോയി. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് അവന് മാജിക് ഇട്ടാൽ നമ്മൾ വീണ്ടും മൂഞ്ചും. അവൻ്റെ എൻഡർമാനെ തന്നെ അവന് മാജിക് ഇട്ട് കൊല്ലും. അതാണ് അതാ എൻ്റെ അടുത്തേക്ക് എന്തൊക്കെയോ തുപ്പുന്നുണ്ട് അവൻ. കണ്ടോ തുപ്പുന്നുണ്ടോ? അതെങ്ങാനും എൻ്റെ മേത്തോട്ട് തന്നെ അപ്പം ചാവും. അത് അവിടെയായിട്ട് നമ്മളെ എൻ്റെ സിറ്റിയിലേക്ക് പോകേണ്ട പോർട്ടൽ അതാ. എൻഡർമാനെ ആദ്യം അടിച്ചു. എൻഡർമാൻ എന്നെ കൊല്ലും തോന്നുന്നു. ഫൈനലി ഗൈസ് ഐ കില്ഡ് എൻഡർ ഡ്രാഗൺ 1 ചങ്ക്. നമ്മളെ ഈ ഒരു എന്താ പറയുക 1 ചങ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം 3 എപ്പിസോഡിൽ നമ്മളത് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഈ ഒരു എൻഡർ ഡ്രാഗനെ കൊല്ലൽ മാത്രമായിരുന്നു എൻ്റെ ഒരു ഗോൾ. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് എലൈറ്റർ എടുക്കാനോ മറ്റൊരു ഗോളോ ഒന്നുമില്ല. ഓക്കെ, ഇവന്മാരെയും കൂടി എനിക്കൊന്ന് കൊല്ലണം. കൊല്ല് ഇവനിപ്പം എന്നെ കൊല്ലും. അവനെ ഞാൻ കൊന്നു. ഏതാ അവിടെയായിട്ട് നമ്മളെ ഈ ഒരു പോർട്ടൽ ഓണായിട്ടുണ്ട്. അത് മറ്റെപ്പെങ്കിലും വേണേൽ നമുക്ക് പോയി ഒന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ നമ്മളെ ഈ എപ്പിസോഡ് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയൊരു സീരീസ് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഈ ഒരു സീരീസ് ഇത്രയേ ഉള്ളൂ. നമ്മളെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.